നമസ്കാരം. ധനേഷ് സ്പീക്കിൻ്റെ ഒരു കുഞ്ഞു വീട്ടിലേക്ക് സ്വാഗതം. വന്നിരിക്കുന്ന വേറൊന്നുമല്ല, ഈ ഫോണിപ്പോൾ തുറക്കുമ്പോൾ എല്ലാം ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന വേദനകളും അവരുടെ പ്രതിഷേധങ്ങളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ട് വയ്യത് എന്ത് കഷ്ടമാണ്. 8 ദിവസമായി, 8 ദിവസമായിട്ട് യാതൊരു നടപടികളും എടുക്കുന്നില്ല എന്ന് പറയുമ്പം ഒരു വാർത്തയിൽ പറയുന്നു, ഒരു മകൻ്റെ മിസ്സിങ്ങിൽ അമ്മയുടെ തുടർച്ചയായിട്ടുള്ള പ്രതിഷേധത്തിൻ്റെ കാരണത്താൽ വീണ്ടും തെരച്ചിൽ തുടങ്ങി നിൽക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു അമ്മയുടെ പ്രതിഷേധം കാരണം വീണ്ടും തെരച്ചിൽ തുടങ്ങിയിരിക്കുന്നു എന്ന്. ഇങ്ങനെയൊക്കെയാണോ വേണ്ടത്? നല്ല മഴ പെയ്യുന്ന സമയത്ത് റോഡിൽ നിരന്നിരിക്കുകയാണ് സ്ത്രീകൾ. അതിൽ 2 കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ ഭർത്താവിന് വേണ്ടിയിട്ട് പ്രതിഷേധിച്ചുകൊണ്ട് ഭാര്യ ഇരിക്കുന്നു, 2 കുഞ്ഞുങ്ങളും മഴ നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കൊണ്ട് നമ്മുടെയൊക്കെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട്. ചെറിയൊരു മൂക്കപ്പനി വന്നാൽ പോലും നമുക്ക് ടെൻഷനാണ്. അപ്പോൾ ആ മഴ നനഞ്ഞുകൊണ്ട് അവർ ആ പ്രതിഷേധം ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരമ്മ റോഡിൽ നെടുതില കിടക്കുന്നു, കണ്ട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് കാര്യം എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ഇന്നലത്തെ ഒരു വാർത്തയിൽ നടപടി എടുക്കേണ്ട കാര്യം സംസാരിച്ചപ്പോൾ ഇന്നലത്തെ വാർത്തയിൽ മുഖ്യമന്ത്രി പറയുന്നു, അവരെ അപമാനിക്കുന്ന തുല്യമായിട്ട് പറയുന്നു, സമാധാനപ്പെട്, അറിയാമല്ലോ തീരദേശത്ത് അങ്ങോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാലുള്ള കാര്യം. എന്ത് അവർ മനുഷ്യരല്ലേ? അവരുടെയൊക്കെ വോട്ട് നിങ്ങൾക്ക് വേണമായിരുന്നല്ലോ. പിന്നെ എന്താ ഇത്? മനുഷ്യരല്ലേ ഇത്? എന്ത് നിലപാടുകളാണ് നിങ്ങളിങ്ങനെ എടുക്കുന്നത്? ഒരു പെൺകുട്ടി അവളുടെ അച്ഛന് വേണ്ടിയിട്ട് പ്രതികരിച്ചപ്പോൾ അല്പം ഒന്ന് ആലോചിച്ച് നോക്കണം. ആ ഒരു മത്സ്യത്തൊഴിലാളിയായിട്ടുള്ള മനുഷ്യൻ ആ പെൺകുട്ടിക്ക് എത്രത്തോളം വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ടെന്ന് ആലോചിക്കണം. നല്ല തൻ്റെ കഴിവുമുള്ളൊരു കൊച്ചാണത്. ആ പെൺകുട്ടി പതറാതെ, കണ്ണിന് ഒരു തുള്ളി കണ്ണീര് പോലും വരാതെ പ്രതിഷേധിക്കുകയാണ്. എന്നിട്ട് അതിനും സൈബർ അറ്റാക്കുകൾ സോഷ്യൽ മീഡിയ വഴി ആ കുട്ടിക്ക് പല രീതിയിലുള്ള രാഷ്ട്രീയ ചേരുവകൾ വെച്ചിട്ട് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ വെച്ചിട്ടുണ്ട്. കുത്തിയിരുന്ന ഫോണിനകത്ത് മറ്റേടത്തെ കമൻ്റ് ഇടാനും പ്രതികരിക്കാനും എല്ലാവർക്കും പറ്റും. ഒന്നോർക്കണം, ആ പെൺകുട്ടി അവളുടെ അച്ഛന് വേണ്ടിയിട്ടാണ് പോരാടുന്നത്. നമ്മളുടെയൊക്കെ കുടുംബത്തിൽ ഇതുപോലത്തുള്ള അച്ഛൻ, അല്ലെങ്കിൽ നമ്മളുടെ അച്ഛനല്ല, അല്ലെങ്കിൽ അമ്മ, നമ്മുടെ കൂടപ്പുറവുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഇങ്ങനെ കാണാതെ പോയിട്ട് ഇത്ര ദിവസമായിട്ട് കാണുമ്പോൾ നമുക്കൊന്ന് അവർ ജീവനോടെ ഉണ്ടോ? കടലിലേക്കാണ് പോയത്, അവർ കടലിൻ്റെ മക്കളാണ്. അവർ പോയേക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർ പോയത് കഷ്ടപ്പെടാനാണ്. അവനവൻ്റെ വീട്ടിൽ അന്നത്തിന് വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത്. ജീവനോടെ ഉണ്ടോ ഇന്ന് ഒരു അറിവും ഇല്ലാതെ അവർ പ്രതിഷേധിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇതിന് നടപടിയുണ്ട് പ്ലീസ്. ഇങ്ങനെ കാണിക്കില്ലേ? ആ 2 കൊച്ചു കുഞ്ഞുങ്ങൾ മഴയത്ത് റോഡിൽ കിടന്ന് നനഞ്ഞുകൊണ്ടിരുന്ന നെഞ്ചു കൊള്ളുന്ന ആ വീഡിയോ കണ്ടിട്ട്